കേന്ദ്രമന്ത്രിമാരടക്കം കേരളത്തിലേക്ക് എത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. വി മുരളീധരൻ കേന്ദ്രമന്ത്രി നേരത്തെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വലിയ വിജയപ്രതീക്ഷ അവിടെ വെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടത് വലത് മുന്നണികൾ നടത്തുന്നത് കുപ്രചരണമാണെന്നാണ് വി മുരളീധരൻ പറയുന്നത്. വിവിധ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളൊക്കെ വി മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളൊക്കെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. ആ കൺവെൻഷനുകളിലാണ് വി മുരളീധരൻ ഇടത് വലത് മുന്നണികൾക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. വിവിധ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വി മുരളീധരൻ നടത്തിയ കൺവെൻഷനുകളിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഇടത് വലത് മുന്നണികൾക്കൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ ഒരു വാർത്തയിലേക്ക് നമുക്ക് പോവാം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് നടന്ന മണ്ഡലം കൺവെൻഷനിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി ജോയിയുടെ ആരോപണങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിൽ വി മുരളീധരൻ മറുപടി നൽകിയത്. 2019 വോട്ട് മറിച്ചു വിറ്റെങ്കിൽ NDA സ്ഥാനാർത്ഥിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം എങ്ങനെ ലഭിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. മുരളീധരൻ വോട്ട് മറിച്ചു കൊടുത്തിട്ടാണോ BJPയുടെ വോട്ട് 90,000-ൽ നിന്ന് 2.5 ലക്ഷമായത് എന്നുകൂടി വിശദീകരിച്ചു. BJPക്ക് 2014-ൽ 90,000, 2009-ൽ 47,000, 47,000-ൽ നിന്ന് 90,000-മായി, 96,000-ൽ നിന്ന് 2.5 ലക്ഷമായി. മറിച്ചു കൊടുക്കുകയാണെങ്കിൽ വോട്ട് കൂടുകയല്ലോ സുഹൃത്തെ, കുറയുകയല്ലേ വേണ്ടത്. ഇടതു വലത് മുന്നണികൾ കേരളത്തിൽ നടത്തുന്നത് സൗഹൃദ മത്സരമാണെന്നും കേരളത്തിന് പുറത്ത് എല്ലാവരും ഒറ്റ മനസ്സാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവിടെ LDFും UDFും തമ്മിൽ നടക്കുന്നത് ഒരു സൗഹൃദ മത്സരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് CPIയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരളത്തിന്റെ അതിർത്തി കടന്നാൽ ഇവരെല്ലാവരും ഒരേ ഫ്ലക്സിൽ വെളുക്കച്ചിരിക്ക് നിൽക്കുന്ന പടം കാണും. പക്ഷെ കേരളത്തിൽ വരുമ്പോ ഇവർ തമ്മിൽ ഏറ്റുമുട്ടലിലാണ്. മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയത്. അസാധ്യമെന്ന് കരുതിയതെല്ലാം നരേന്ദ്രമോദി മലയാളികൾക്ക് സമ്മാനിച്ചുവെന്നും വി മുരളീധരൻ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട്ടിലെ സാധാരണക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാരാണ്. നരേന്ദ്രമോദി പറഞ്ഞു എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവരുടെയും വീടുകൾ വൈദ്യുതീകരിക്കൽ, എല്ലാ വീടുകളിലും ശുചിമുറികൾ, എല്ലാ പ്രദേശങ്ങളിലേക്കും യാത്രായോഗ്യമായിട്ടുള്ള റോഡുകൾ. ശക്തമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആറ്റിങ്ങലിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒരുപടി മുന്നിലാണ് വി മുരളീധരൻ. ജനം, തിരുവനന്തപുരം.